السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن، بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهمة ومن كل عين لامة. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. സ്നേഹനിധികളായ എൻ്റെ മുത്തുമിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ എൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദീയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. കമന്റ് സെക്ഷനിലായിട്ടും വാട്സപ്പിലായിട്ടും നേരിട്ടും ദുആ വസിയത്തുകൾ അറിയിച്ചവർ, അല്ലാഹുവേ അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദും നീ ഹസിലാക്കി കൊടുക്കണേ അല്ലാ. അവരെ ഉദ്ദേശങ്ങൾ നീ പൂർണ്ണീച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവരെ മുറാദിനെ നീ ഹസിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവരെ ഞങ്ങളെ നീ കാത്തോളണേ അല്ലാ, കാത്തു സംരക്ഷിക്കണേ അല്ലാ. ഈ മജ്ലിസിനെ ഹൃദയത്തോട് വെച്ച് ഇഷ്ടം വെക്കുന്നവരുണ്ട്, ഈ മജ്ലിസിന്റെ മുഹിബ്ബീങ്ങളുണ്ട്. ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാ. അല്ലാഹുവേ നീ കാത്തോളണേ അല്ലാ. ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ജാഅ ബർക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിൽ ചൊല്ലുന്ന ഇസ്തിഗ്ഫാറിന്റെ ഹക്ക് ജാഅ ബർക്കത്ത് കൊണ്ട്, സ്വലാത്തിന്റെ ഹക്ക് ജാഅ ബർക്കത്ത് കൊണ്ട് അല്ലാ അവർക്ക് നീ കാവലേകണേ അല്ലാ. പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാ, ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല അല്ലാ. പ്രയാസങ്ങളോ ഇടങ്ങേറുകളോ ബലാകളോ നീ കൊടുക്കല്ല അല്ലാ. ഇൻഷാ അല്ലാഹ് മജ്ലിസിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, മജ്ലിസിന്റെ മുഹിബ്ബീങ്ങൾക്ക് വേണ്ടിയാണ് മുഅ്മിനീങ്ങളെ എപ്പോഴും മജ്ലിസിലുള്ള ദുആ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ ഖബൂൽ ചെയ്യണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് പവിത്രമാക്കപ്പെട്ട ശവ്വാൽ മാസത്തിലെ 22ാമത്തെ പകലിലാണ് മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. അതിശ്രേഷ്ഠമായ ദിക്റുകൾ ചൊല്ലുന്ന പവിത്രമാക്കപ്പെട്ട മജ്ലിസ്, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന മജ്ലിസ്, സ്വലാത്തുകൾ ചൊല്ലി കൂട്ടമായി ദുആ ചെയ്യുന്ന അത്ഭുതകരമായിട്ടുള്ള മജ്ലിസ്. എൻ്റെ മുഅ്മിനീങ്ങളെ, നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ദിക്റുകളാണ്. നമ്മളെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ പൊറുക്കാൻ വലിയ കാരണമാകുന്ന ദിക്റാണ്. ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, മഹാനായ മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാ എനിക്കൊരു അമല് പറഞ്ഞു തരണം, എനിക്കൊരു ദുആ ചെയ്യാൻ ഒരു ദിക്റിനെ പറഞ്ഞു തരണം അല്ലാ എന്ന് പറഞ്ഞ സമയത്ത് അല്ലാഹു മൂസ നബി അലൈഹിസ്സലാമിന് കൊടുത്ത ദിക്ർ എന്തെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്.
അല്ലാഹുവിനോട് മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഇത് എല്ലാവരും ചൊല്ലുന്നതാണ്, ഇത് എല്ലാ അമ്പിയാക്കൾക്കും ചൊല്ലാനുള്ളതാണ്, അവര് ചൊല്ലുന്നതാണ്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതാണ്. അതുപോലെ എനിക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചൊല്ലാൻ, നിന്നോട് ദുആ ചെയ്യാൻ എനിക്കൊരു ദിക്റിനെ പറഞ്ഞു തരണമല്ലോ എന്ന് പറഞ്ഞ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല മൂസ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത്, മൂസ നബി അലൈഹിസ്സലാമിനോട് അവിടുന്ന് പറഞ്ഞത്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു തട്ടിൽ വെച്ചുകൊണ്ട് മറ്റു തട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ അത്ഭുത ദിക്റിനെ വെച്ചാൽ, ഈ തഹ്ലീലിനെ വെച്ച് കഴിഞ്ഞാൽ, ഈ തഹ്ലീലാണ്, ഈ ദിക്റാണ് ഏറ്റവും ഭാരമായി തൂങ്ങുന്നത്. ഏറ്റവും തുലാസിൽ ഏറ്റവും ഭാരമായി തൂങ്ങുന്ന ദിക്റാണ് മുഅ്മിനീങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ നാമം ചൊല്ലുന്ന, അതിമഹത്തമാക്കപ്പെട്ട ദിക്റുകൾ ചൊല്ലുന്ന അതിശ്രേഷ്ഠമായ വലിയ മജ്ലിസാണ് എൻ്റെ മുഅ്മിനീങ്ങളെ ഈ മജ്ലിസ് ധാരാളം ആളുകൾക്ക് വലിയ അനുഗ്രഹം കിട്ടിയ അതിപവർഫുള്ളായിട്ടുള്ള ദിക്റുകൾ ചൊല്ലുന്ന മജ്ലിസ്. അനുഗ്രഹങ്ങൾ കിട്ടാതിരിക്കോ? അവരെ കാര്യങ്ങൾ റെഡിയാവാതിരിക്കോ? അവരെ പാപങ്ങൾ വരെ, വൻപാപങ്ങളും ചെറുപാപങ്ങളും അല്ലാഹു മായ്ച്ചു കളയുന്നതാണ്. മായ്ച്ചു കളയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിനെ കൊണ്ട് കഴിയും, ഇസ്തിഗ്ഫാറിനെ കൊണ്ട് കഴിയും. എൻ്റെ മുഅ്മിനീങ്ങളെ, വലിയ കാവലുള്ള ദിക്റുകളാണ്. നമ്മൾ ആവശ്യങ്ങളും മുറാദുകളും നിറവേറാൻ നിങ്ങൾക്ക് കൊതിക്കുന്നുണ്ടോ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മഹത്താക്കപ്പെട്ട മജ്ലിസിൽ പങ്കെടുത്തോ. എൻ്റെ ഉമ്മ, എൻ്റെ പെങ്ങളെ, എൻ്റെ മുഅ്മിനീങ്ങളെ, നിങ്ങൾ പങ്കെടുക്കണേ. എന്നിട്ട് വലിയ വിജയങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണം. കുറെ ആളുകളെ വിളിച്ചുകൊണ്ട് സന്തോഷം അറിയിക്കാറുണ്ട് മജ്ലിസിൽ പങ്കെടുത്തവര്. തങ്ങളെ, ഈ മജ്ലിസിൽ ഇരിക്കാൻ തുടങ്ങിയത് മുതൽ ജീവിതത്തിൽ വലിയ റാഹത്താണ്. എന്തോ ഭാരമെങ്ങാനും ഇറക്കി വെച്ചതുപോലെയാണ്. വലിയ കുളിർമയാണ്, മനസ്സിന് വലിയ ശാന്തതയാണ്, മനസ്സിന് വലിയ സമാധാനമാണ്. വലിയ ഫിക്റായിട്ട്, വലിയ ടെൻഷനായിട്ട് ജീവിതം തള്ളി നീക്കിയതായിരുന്നു. മജ്ലിസിൽ ഇരിക്കാൻ തുടങ്ങി അന്നു മുതൽ വലിയ റാഹത്താണ് തങ്ങളെ. പ്രഭാത സമയത്ത് തന്നെ ഞാൻ ഇരിക്കും. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് എൻ്റെ ദിക്റുകളും എൻ്റെ ദുആകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ മജ്ലിസിലിരിക്കും. വലിയ നേട്ടങ്ങള്, വലിയ സമാധാനം എനിക്ക് മജ്ലിസിൽ ഇരുന്നത് കൊണ്ടുണ്ടായിട്ടുണ്ട്. കാരണം എന്താ? മജ്ലിസ്, ഇങ്ങനെയുള്ള ദിക്റിന്റെയും ദുആഇന്റെയും മജ്ലിസിന് മലായികത്തീങ്ങളുടെ കാവലാണ് മുഅ്മിനീങ്ങളെ. മലായികത്തീങ്ങളുടെ കാവലാണ്. മഹാനായ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒരുപോലെ റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ മുത്തഫഖുൻ അലൈഹിയായ ഒരു ഹദീസിൽ നമുക്ക് കാണാം. ദഈഫല്ല, സ്വഹീഹായിട്ടുള്ള ഹദീസാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം, സയ്യാഈൻ എന്നൊരു വിഭാഗം മലക്കുകളുണ്ട്. സയ്യാഈൻ എന്ന വിഭാഗം മലക്കുകള്. ആ മലക്കുകളുടെ പണി എന്തെന്നറിയോ? എൻ്റെ മുഅ്മിനീങ്ങളെ, ആ മലക്കുകളുടെ പണി എന്തെന്നറിയോ? ഏതെല്ലാം നല്ല നല്ല മജ്ലിസ് ഉണ്ടോ, ഏതെല്ലാം ദിക്ർ ചൊല്ലുന്ന മജ്ലിസ് ഉണ്ടോ, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന മജ്ലിസ് ഉണ്ടോ, ഇൽമു പറയുന്ന മജ്ലിസ് ഉണ്ടോ, ആ മജ്ലിസിനെ തേടി പിടിച്ചുകൊണ്ട് മറ്റുള്ള മലായികത്തീങ്ങളോട് പറയുകയാണ്, ഇതാ ഇങ്ങോട്ട് വാ, ഇങ്ങനെ ഒരു സയ്യിദീയ മജ്ലിസ് ഉണ്ട്, ധാരാളം ആളുകൾ ദിക്ർ ചൊല്ലുന്ന മജ്ലിസ് ഉണ്ട്. ആ മജ്ലിസിന് വലിയ കാവൽ നിൽക്കുകയാണ്. ആകാശം വരെ, മേഘം മുട്ടി നിൽക്കുന്നത് വരെ അവരങ്ങ് വലിയ കവചം ഒരുക്കുകയാണ്. വലിയ സംരക്ഷണത്തിന്റെ കവചം ആ മജ്ലിസിന് ഒരുക്കുകയാണ് മുഅ്മിനീങ്ങളെ. ഇതുകൊണ്ടാണ് പ്രയാസങ്ങൾ നീങ്ങുന്നത്.
ഇതുകൊണ്ടാണ് മജ്ലിസിൽ ആരൊക്കെയാണോ ഇരിക്കുന്നത് അവരെ ഇടങ്ങേറുകളും അവരുടെ ബലാകളും അവരുടെ മുസീബത്തുകളും നീങ്ങുന്നത്. ഇങ്ങനെയുള്ള മലക്കുകളുടെ കാവലാണ് മുഅ്മിനീങ്ങളെ നമ്മളെ മജ്ലിസിന്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മജ്ലിസ് ഒരിക്കലും നിങ്ങളുടെ സമയമോ ഒന്നും വേസ്റ്റ് ആവില്ല. നിങ്ങളെ സമയം വേസ്റ്റ് ആവൂല, ഈ ഇരുത്തം വേസ്റ്റ് ആവൂല, ഒന്നും വേസ്റ്റ് ആവൂല. അല്ലാഹു എല്ലാത്തിനും ഉത്തരം നിങ്ങൾക്ക് നൽകും. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഉത്തരം നൽകണേ അല്ലാ, നീ ഭാഗ്യം ഒന്ന് അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാ ദിവസത്തിലും മജ്ലിസിലിരിക്കാൻ ചൊല്ലാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. ധാരാളം ആളുകൾ നിരന്തരമായിട്ട് വിളിച്ച് സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. മജ്ലിസിലിരിക്കുന്ന സന്തോഷം. തങ്ങളെ സുബ്ഹിന്റെ 5:30 മജ്ലിസിൽ ഞാൻ ഇരിക്കാറുണ്ട്, ദിക്ർ ചൊല്ലാറുണ്ട്. വലിയ നേട്ടങ്ങൾ ഞാൻ നേടിയിട്ടുണ്ട്. ഈ ദിക്റിന്റെ മജ്ലിസ് കൊണ്ട് വലിയ നേട്ടങ്ങൾ നേടിയിട്ടുണ്ട്. എങ്ങനെ നേടാതിരിക്കാം? മുറാദുകൾ എങ്ങനെ ഹാസിലാവാതിരിക്കാം? ദിക്ർ അത്രയും പവർഫുൾ ആയിട്ടുള്ള ദിക്റല്ലേ, ഇസ്തിഗ്ഫാറല്ലേ. അല്ലാഹു നീ ഭാഗ്യം നൽകണേ അല്ലാ, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് അടുത്ത മാസത്തില് നമ്മൾ സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്ലിസാണ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. എല്ലാവരും എല്ലാ മാസത്തിലുള്ള ആ മാസത്തിൽ ദായിമാക്കേണ്ട ദിക്റുകൾ ചൊല്ലണം. നമ്മൾ ദായിമാക്കേണ്ട, ഒരു മാസത്തിൽ നമ്മൾ ദായിമാക്കേണ്ട ദിക്റുകൾ കുറെ ദിക്റുകൾ ചൊല്ലി സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി നമ്മൾക്ക് ദുആ ചെയ്യണം. അടുത്ത് വരുന്ന മജ്ലിസുകളിൽ അല്ലാഹുവേ നീ ഭാഗ്യം നൽകണേ അല്ലാ, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഒരു നസീഹത്ത് എന്നോണം പറഞ്ഞെന്ന് മാത്രം. ഇനി ദിക്റിന്റെ ദുആഇന്റെ സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദ്റത്തിലേക്ക് വിളിക്കുന്ന ഫാത്തിഹ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. മഹാന്മാരായ ഔലിയാക്കളെ ഹദ്റത്തിലേക്ക് വിളിക്കുന്ന ഫാത്തിഹ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ തമ്പുരാനെ. പിന്നീട് ദിക്റുകൾ ചൊല്ലി, ഇസ്തിഗ്ഫാർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, ദുആ വസിയത്തുകൾ വായിച്ച് അവർക്ക് വേണ്ടി കൂട്ടമായിട്ടുള്ള ദുആ, മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി കൂട്ടമായിട്ടുള്ള ദുആ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് മജ്ലിസിലേക്ക് കടക്കണം ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ഓരോ ഫാത്തിഹ വിളിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഓത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. إلى حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا قطب رباني والعوس السمداني ملاذنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان العارفين
أحمد الكبير الرفائي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا فقر الدماء والسلواري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان الحمد خواجة معين الدين الجستير الأجميري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا إبراهيم بادشاير بدي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا شاه الأمين الناوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا قطب الزمان السيد علوي المنفرمي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا قطب الزمان جدي باحسن جبلني كدلندي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا
ولا الضالين آمين. وإلى حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سيما مدوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة من ماتوا منا خاصة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أرحم الراحمين يا തമ്പുരാനെ ഞങ്ങളോദിയ ഫാത്തിഹയെ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾ വിളിച്ച മഹാന്മാരുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. നിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ്. നീ ഹസിലാക്കണേ അല്ലാഹ്. വലുതും ചെറുതുമായ എല്ലാ മുറാദും നീ ഹസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങളെ നീ പൂവണിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ വിളിച്ച ഫാത്തിഹ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ദിക്റിന്റെ മജ്ലിസിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി നമ്മൾ ഓരോ ദിക്ർ പറയുന്ന സമയത്ത് അതോടുകൂടി ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു 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 ലാ ഇലാഹ ഇല്ലല്ലാഹു. റഹ്മാനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങൾ ചൊല്ലി തഅലീലിനെ സ്വീകരിക്കണം അല്ലാഹ്. ദിക്റിനെ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാഹ്. അവരെ ഖബറിലേക്ക് ഈ തഅലീലിനെ എത്തിക്കണം അല്ലാഹ്. ഒരു നൂറാനിയത്തായി ഒരു പ്രകാശമായി അല്ലാഹുവേ നീ എത്തി
അംഗീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണേ അല്ലാഹ്, ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ്, നീ ഹസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഈ തഹ്ലീലിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് നീ ഹസിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹസിലാക്കണേ അല്ലാഹ്. ഞങ്ങൾ നിന്നെ കബൂലാക്കണേ അല്ലാഹ്, ഞങ്ങൾ നിന്നെ കബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്തത് ഒരു 33 പ്രാവശ്യം യാ ഹയ്യു യാ ഖയ്യൂം. എല്ലാ പ്രയാസങ്ങളും ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് മാറട്ടെ, എല്ലാ ബുദ്ധിമുട്ടുകളും തീരട്ടെ, എല്ലാ പ്രതിസന്ധികളും അല്ലാഹുവേ നീ തരണം ചെയ്യണേ അല്ലാഹ്. ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുണ്ട്, നീ ഹസിലാക്കണേ. യാ ഹയ്യു യാ ഖയ്യൂം, 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 യാ ഹയ്യു യാ ഖയ്യൂം. അർഹമുർ റഹീമീനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഈ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ്. ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്തുണ്ട് അല്ലാഹ്. ഞങ്ങളുടെ ഉദ്ദേശം നീ സഫലീകരിക്കണം അല്ലാഹ്. മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ്, നീ ഹസിലാക്കി കൊടുക്കണം അല്ലാഹ്, നീ പോണീച്ച് കൊടുക്കണം അല്ലാഹ്. ധാരാളം കടങ്ങളിൽ പ്രയാസപ്പെടുന്നവർ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ നീ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം അല്ലാഹ്, നീ എളുപ്പമാക്കണം അല്ലാഹ്. ലക്ഷക്കണക്കിന് കടമുള്ളവർ, കോടിക്കണക്കിന് കടമുള്ളവരുണ്ട് അല്ലാഹ്. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്, നീ നൽകല്ല അല്ലാഹ്. ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ കടങ്ങളെ പരിപൂർണമായി നീ തീർത്ത് നൽകണം അല്ലാഹ്, നീ തീർത്ത് നൽകണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്തത് മജ്ലിസിൽ കുറച്ച് ഇസ്തിഗ്ഫാർ ഒരു 33 പ്രാവശ്യം നമ്മളെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ, നമ്മളെ മനസ്സിലുള്ള കറകളെ മായ്ച്ചു കളയാൻ ഒരു മഹത്താക്കപ്പെട്ട ഇസ്തിഗ്ഫാർ എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ العظيم استغفر الله 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 العظيم
അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഈ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ പാപങ്ങളെ നീ കഴുകി കളയണേ അല്ലാഹ്, ഞങ്ങളെ പാപങ്ങളെ നീ പുറത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ പാപങ്ങളെ നീ കഴുകി ശുദ്ധീകരിക്കണേ അല്ലാഹ്, ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഈ ഇസ്തിഗ്ഫാറിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്തത് മഹത്താക്കപ്പെട്ട ദിക്ർ. എല്ലാവരും എൻ്റെ കൂടെ ഒരു 11 പ്രാവശ്യം ചൊല്ല്. ഒരു തബറുക്കിന് വേണ്ടി ബർക്കത്തിന് വേണ്ടി 11 പ്രാവശ്യം ചൊല്ല്. കൂടുതലൊന്നുമില്ല ഒരു 11 പ്രാവശ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. റഹ്മാൻ റഹീമീനായ അല്ലാഹ് ഈ മഹത്താക്കപ്പെട്ട ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഇതിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ പൂർണ്ണീച്ച് നൽകണേ അല്ലാഹ്. ധാരാളം മുറാദുകളുള്ളവർ മജ്ലിസിലുണ്ട് അല്ലാഹ്, നീ സഫലീകരിച്ച് കൊടുക്കണേ അല്ലാഹ്. ഒരു വീടില്ലാത്തവര്, വീടിന് കൊതിക്കുന്നവർ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്. ഒരു ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഒരു കുഞ്ഞിക്കാല് കൊതിക്കുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ സ്വാലിഹത്തായ സ്വാലിഹീങ്ങളായ മക്കളെ നീ കൊടുക്കണേ അല്ലാഹ്. അത് കൺകുളിർമയോടെ കാണാൻ അല്ലാഹു അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവര് മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. ഒരു ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകളെ നീ തീർത്ത് നൽകണേ അല്ലാഹ്. പ്രയാസങ്ങളെ നീ അകറ്റി നൽകണേ അല്ലാഹ്. തടസ്സങ്ങളെ നീ തീർത്ത് നൽകണേ അല്ലാഹ്. അടുത്ത ദിക്ർ ഇൻഷാ അല്ലാഹ്, അടുത്ത ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. 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 റഹ്മാൻ റഹീമീനായ അല്ലാഹ് ഈ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങളെ നീ മാറ്റി നൽകണം അല്ലാഹ്, ബുദ്ധിമുട്ടുകളെ നീ തീർത്ത് നൽകണം അല്ലാഹ്. ധാരാളം രോഗികൾ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ രോഗങ്ങൾ പരിപൂർണമായ ശിഫാ നീ നൽകണം അല്ലാഹ്. ഈ ദിക്റിന്റെ ഹക്ക് ജാ ബർക്കത്ത്
അതുകൊണ്ട് മാരകമായ രോഗങ്ങളല്ലോ ഞങ്ങൾക്ക് നീ നൽകല്ലോ അല്ലാ. മാരകമായ ക്യാൻസർ രോഗം നൽകല്ലോ അല്ലാ. ട്യൂമർ നൽകല്ലോ അല്ലാ. അറ്റാക്ക് ഞങ്ങൾക്ക് നൽകല്ലോ അല്ലാ. അല്ലാഹുവേ പേടിപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന രോഗങ്ങളല്ലോ ഞങ്ങൾക്ക് നീ നൽകല്ലോ അല്ലാ. നീ നൽകല്ലേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ഒരു പവർഫുൾ ആയിട്ടുള്ള ദിക്റാണ്. നമ്മളെ കാര്യങ്ങൾ നേടിയെടുക്കാൻ, നമ്മളെ പ്രയാസങ്ങൾ മാറാൻ ഈ ദിക്ർ ചൊല്ലിക്കോ. മഹാന്മാരായ അമ്പിയാക്കൾ ചൊല്ലിയ ദിക്റാണ് ചൊല്ലിക്കോ. പ്രയാസഘട്ടത്തില് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ചൊല്ലിക്കോ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. 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 റഹ്മാൻ റഹീമീനായ തമ്പുരാനെ ഈ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ് അല്ലാഹ്. അതിൽ നിന്ന് വലിയ കര ഞങ്ങൾക്ക് നീ കാണിക്കണം അല്ലാഹ്. കടത്തിലാണ് അല്ലാഹ്, ധാരാളം വിഷമത്തിലാണ് അല്ലാഹ്, ടെൻഷനിലാണ് അല്ലാഹ്, മാനസിക പ്രയാസത്തിലാണ് അല്ലാഹ്. അല്ലാഹുവേ പൈശാചികമായ ഉപദ്രവത്തിലാണ് അല്ലാഹ്. അല്ലാഹുവേ ഇതിനൊക്കെ വലിയ കര അല്ലാഹ് നീ കാണിക്കണം അല്ലാഹ്. ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് പ്രയാസങ്ങളിൽ നിന്നല്ലാഹ് നീ കരകേറ്റണേ അല്ലാഹ്. നീ കരകേറ്റണേ അല്ലാഹ്. നീ കരകേറ്റണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്തത് മജ്ലിസിൽ കുറച്ച് സ്വലാത്തുകൾ നമുക്ക് ചൊല്ലാം. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് അവിടുത്തെ കരളിന്റെ കഷ്ണമായ മഹദിയായ ഫാത്തിമ ബീവി ചൊല്ലിയ സ്വലാത്ത് എൻ്റെ ഉമ്മമാരെ, എൻ്റെ സഹോദരിമാരെ നിങ്ങൾ ചൊല്ലണേ. മഹദിയായ ഫാത്തിമ ബീവി ചൊല്ലിയ സ്വലാത്ത് ഈ മാസത്തിൽ നിങ്ങൾ ചൊല്ല്. ഈ മാസത്തിൽ നിങ്ങൾ ചൊല്ല്. അല്ലാഹുമ്മ സല്ലി അലൻ നൂരി വഹ്ലി. اللهم صل على النور وهلي. 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 اللهم صل على النور وهلي.
അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന് ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ അല്ലാഹ്. അതിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ധാരാളം സഹോദരിമാര് മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. മഹദിയായ ഫാത്തിമ ബീവിയോടുകൂടെ അല്ലാഹ് അവരെ നീ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാഹ്, നീ പ്രവേശിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിനെ ഇഷ്ടപ്പെടുന്ന ധാരാളം സഹോദരിമാരുണ്ട് അല്ലാഹ്. ഒരു സഹോദരിക്കും അല്ലാഹ് സ്തനർബുദം നീ കൊടുക്കല്ലോ അല്ലാഹ്. സ്തനത്തിന്റെ ഭാഗത്ത് മുയവന്ന് കുരുവന്നത് മുറിച്ചു മാറ്റുന്ന അവസ്ഥ അല്ലാഹ് മജ്ലിസ് കാണുന്ന ഒരു സഹോദരിക്കും ഒരു ഉമ്മാക്കും നീ കൊടുക്കല്ലോ അല്ലാഹ്, നീ കൊടുക്കല്ലോ അല്ലാഹ്. അവർ മജ്ലിസിനെ ഹൃദയത്തോട് വെച്ച് വെക്കുന്നവരാണ് അല്ലാഹ്. ഒരു മജ്ലിസ് കണ്ടില്ലെങ്കിൽ തങ്ങളെ എന്തായിരുന്നു പ്രയാസം എന്ന് ചോദിക്കുന്നവരാണ് അല്ലാഹ്. നീ കൊയക്കല്ലോ അല്ലാഹ്, നീ തളർത്തല്ലോ അല്ലാഹ്. അല്ലാഹ് അവർക്ക് ബുദ്ധിമുട്ടോ അടങ്ങാറോ നീ കൊടുക്കല്ലേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് മജ്ലിസിൽ കുറച്ച് ദുആ വസിയത്തുകൾ വായിക്കാം. ധാരാളം ആളുകൾ ദുആ വസിയത്തുകൾ അറിയിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി പ്രത്യേകമായി നമ്മൾ മജ്ലിസിൽ ദുആ ചെയ്യണം. അല്ലാഹുവേ ആരെല്ലാമാണോ മജ്ലിസിലേക്ക് ദുആ വസിയത്തുകൾ അറിയിച്ചത് അവരെ സകലമായ ചെറുതും വലുതുമായ എല്ലാ മുറാദും നീ ഹസിലാക്കി കൊടുക്കണേ അല്ലാഹ്. അവരെ പ്രയാസങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകളെ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. മോന് ഖൈറായ ജോലി വേഗം ശരിയായി കിട്ടാനും വിഷമങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടി റാഹത്തിനും സന്തോഷത്തിനും വേണ്ടി ദുആ ചെയ്യണ തങ്ങളുപ്പാ. ഇൻഷാ അല്ലാഹ് അല്ലാഹുവേ ഖൈറായ ജോലി നീ എത്രയും പെട്ടെന്ന് നീ അടുപ്പിക്കണേ അല്ലാഹ്. വിഷമങ്ങളും പ്രയാസം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ആമീൻ ആമീൻ. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ എൻ്റെ പൊന്നുമകന്റെ കല്യാണം റാഹത്തായി നടക്കാനും ആ ദാമ്പത്യം സന്തോഷത്തോടുകൂടെ ആസ്വദിച്ചു മരണം വരെ ഒരുമിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു അപ്രകാരം നീ ആക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ സന്തോഷത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി റാഹത്തോടുകൂടി മരണം വരെ അവർക്ക് ജീവിക്കാൻ നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. മകന് എൻട്രൻസിൽ നല്ല മാർക്ക് കിട്ടാനും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കാനും ഞങ്ങൾ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹുവേ നല്ല വിജയം കൊടുക്കണേ അല്ലാഹ്, നല്ല മാർക്ക് കൊടുക്കണേ അല്ലാഹ്. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളായി വളരാനും കടങ്ങൾ വീടി സമാധാനത്തോടുകൂടി ജീവിക്കാനും ഖൈറായ കല്യാണം ശരിയാവാനും പ്രത്യേകം ദുആ ചെയ്യണേ ഞങ്ങൾ ഇൻഷാ അല്ലാഹ്. മക്കൾ അല്ലാഹുവേ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. കടങ്ങളെ നീ വീട്ടി കൊടുക്കണേ അല്ലാഹ്. ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഖൈറായ ഇണയെ നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ മോൻക്ക് വയറിന് സുഖമില്ല തങ്ങളെ ശിഫ കിട്ടാൻ ദുആ ചെയ്യണേ. അർഹമുർ റഹീമീനായ അല്ലാഹ് ആ പൊന്നുമകൻക്ക് എല്ലാ അസുഖങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. നീയാണ് ഷാഫി തമ്പുരാനെ. എന്ത് പ്രയാസമാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും നീ ആജിലായ കാമിലായ ശിഫ നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ഞങ്ങളെ ദുആ വസിയത്തോടെ ഇൻഷാ അല്ലാഹ്. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ആമീൻ ആമീൻ. വഅലൈക്കും സലാം. ദുആ ഇർക്കണേ ഇൻഷാ അല്ലാഹ്. മക്കൾ നന്നാവാനും കടങ്ങൾ വിടാനും ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ മക്കളെ സ്വാലിഹീങ്ങൾ ചേർക്കണേ അല്ലാഹ്. കടങ്ങൾ അല്ലാഹുവേ നീ വീട്ടി കൊടുക്കണേ അല്ലാഹ്. അതിന്റെ മാർഗ്ഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഭർത്താവിന് ജോലി ഉണ്ടാവാനും ബർക്കത്തുണ്ടാവാനും ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. ഭർത്താവിന് ഖൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ്. ജീവിതത്തിൽ ബർക്കത്തും ഐശ്വര്യവും നീ കൊടുക്കണേ അല്ലാഹ്. കടങ്ങൾ
കടങ്ങൾ വീടാൻ ദുആ ചെയ്യണം ഉസ്താദേ. കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. എല്ലാ മുറാദും ഹസിലാവാൻ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. എനിക്ക് ശ്വാസം മുട്ടും, തടി മുഴുവനും ചൂടും പുകച്ചിലുമാണ്, നിസ്കരിക്കാൻ പോലും കഴിയുന്നില്ല തങ്ങളെ, ദുആ ചെയ്യണേ. അവിടെയാണ് വീടറിയില്ല. എൻ്റെ വീടാണോ? നമ്പറിൽ വിളിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ അർഹമർ റഹീമീനായ അല്ലാഹ്, അവരെ എല്ലാ പ്രയാസം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. എല്ലാ ബുദ്ധിമുട്ടും നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. പൈശാചികമായ ഉപദ്രവങ്ങളെ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. നിഅബത്താൽ ചെയ്യണേ അല്ലാഹ്. നീ ബാത്തിലിയത്ത് ചെയ്യണേ അല്ലാഹ്. അങ്ങനെ ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ സകലമായ ഇടങ്ങേറുകളും നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ജീവിതത്തിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ജീവിതത്തിൽ മനസ്സമാധാനം കൊടുക്കണേ അല്ലാഹ്. റാഹത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ദിക്റിന്റെ ഹക്ക് ജാഅ ബർക്കത്ത് കൊണ്ട് ആരെല്ലാമാണോ മജ്ലിസ് കാണുന്നതല്ലാഹ്, സ്ഥിരമായി പങ്കെടുക്കുന്നതല്ലാഹ്, അല്ലാഹുവേ കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തതല്ലാഹ്, അവരെ മുറാദിനെ നീ ഹസിലാക്കി കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. റാഹത്തിലാക്കണല്ലോ. ധാരാളം ആളുകൾ കമന്റ് ബോക്സിൽ എഴുതാൻ അറിയാത്തവര്, ദുആ കൊണ്ട് വിളിച്ചറിയിച്ചവരുണ്ട് ഇൻഷാ അല്ലാഹ്. അവർ കുറച്ച് ആളുകൾ വിളിച്ചറിയിച്ചവരുണ്ട് ഇൻഷാ അല്ലാഹ്. ഞാനവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നോട്ട് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. മകന്റെ കല്യാണം റെഡിയാവാൻ തങ്ങളെ ദുആ ചെയ്യണമെന്ന് ഒരു സഹോദരി ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട് അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ ഖൈറായ ഇണയെ നീ അടുപ്പിക്കണേ അല്ലാഹ്. ഖൈറായ ഇണയെ നീ അടുപ്പിക്കണേ അല്ലാഹ്. സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി, ഐക്യത്തോടുകൂടി മരണം വരെ അവർക്ക് ജീവിക്കാൻ നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. മകന്റെ കല്യാണം നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഒരു ഇണയെ നീ എത്രയും പെട്ടെന്ന് നീ അടുപ്പിക്കണം അല്ലാഹ്. വീട് പണി തുടങ്ങി വെച്ചിട്ടുണ്ട് തങ്ങളെ, അത് പൂർത്തിയായി കിട്ടാൻ തങ്ങൾ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ ഖൈറായ നിലയിൽ അത് പൂർത്തീകരിക്കാനുള്ള സമ്പത്തും ആരോഗ്യവും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. മക്കൾ നന്നാവാൻ തങ്ങളെ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. മക്കൾ നിസ്കരിക്കാൻ നന്നാവാൻ തങ്ങളെ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ മക്കൾ നീ നന്നാക്കണേ അല്ലാഹ്. സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. അങ്ങനെ ധാരാളം ദുആ വസിയത്തുകളുണ്ട് ഇൻഷാ അല്ലാഹ്. ഇതിനനുസരിച്ച് നമുക്ക് മറ്റുള്ള മജ്ലിസിലൊക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും വേണ്ടി കൂട്ടമായി ദുആ ചെയ്യും. എഴുതാൻ അറിയാത്തവർ, മനസ്സിൽ മുറാദുകൾ കരുതിയവരുണ്ട് ഇൻഷാ അല്ലാഹ്. എല്ലാവരും മനസ്സിൽ കരുതുക. ദുആ ചെയ്യുന്ന സമയത്ത് ഓരോരോ മുറാദുകൾ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. കണ്ണ് ചിമ്പിക്കൊണ്ട് ആമീൻ പറയാം, ആമീൻ പറയാം, ആമീൻ പറയാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. آمين. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا معين يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا رافع يا الله، يا مذل يا الله، يا سميع يا الله، يا ذا الجلال والإكرام يا الله. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله. أرحم الراحمين يا راجاد راجنايا ملك الجبار يا مالك الملوك يا الله. ഞങ്ങളുടെ ദുആഇനെ നീ
സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമർ റഹീമീനായ തമ്പുരാനെ, അടിമകളായ ഞങ്ങൾ യജമാനനായി നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്, ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങളാക്കണേ അല്ലാഹ്, ഹൃദയങ്ങളാക്കണേ തമ്പുരാനെ. ഈ പവിത്രമാക്കപ്പെട്ട ദിനത്തിൽ അല്ലാഹ് ഞങ്ങളിതാ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ്, ഉത്തരം നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ധാരാളം മുറാദുകൾ അവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളിൽ കഴിഞ്ഞു പോയ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, അവരെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്, അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. ധാരാളം മുറാദുള്ളവർ തങ്ങളെ ദുആ ചെയ്യണേ, മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ മുറാദ് അല്ലാഹ് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ തമ്പുരാനെ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നമ്മളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര് എൻ്റെ സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹു അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. ജോലി ഉള്ളവർക്ക് അല്ലാഹ് അതിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, അവരെ സ്വഭാവങ്ങളെ നീ നന്നാക്കണേ അല്ലാഹ്, അവരെ ജീവിതത്തിൽ ഐക്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. റാഹത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി മരണം വരെ ജീവിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്, എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാഹ്. മക്കളെ നന്നാക്കണേ അല്ലാഹ്, റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ്. ലഹരിക്കടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റില്ല അല്ലാഹ്. മക്കളെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ അല്ലാഹുവേ, മജ്ലിസ് കാണുന്ന ഒരു മാതാപിതാക്കൾക്കും അല്ലാഹുവേ നീ കൊടുക്കല്ലേ അല്ലാഹ്, നീ കൊടുക്കല്ലേ അല്ലാഹ്. റൗഡികളാക്കല്ലേ അല്ലാഹ്, തമ്മാടികളാക്കല്ലേ അല്ലാഹ്. വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെയാക്കണേ അല്ലാഹ്, മക്കളാക്കണേ അല്ലാഹ്, മക്കളാക്കണേ അല്ലാഹ്. കടമാണ് തങ്ങളെ, വലിയ പ്രയാസത്തിലാണ് തങ്ങളെ, ലക്ഷക്കണക്കിന് കടമുണ്ട്, കോടിക്കണക്കിന് കടമുണ്ട്. തങ്ങളെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഈ നല്ല ഒരു ദിവസത്തിൽ അല്ലാഹ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങള് അല്ലാഹ് നീ തട്ടി മാറ്റല്ലേ അല്ലാഹ്. അവരെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അല്ലാഹുവേ തീർക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്. ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. റഹ്മാൻ റഹീമീനായ തമ്പുരാനെ, മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഒരു ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്, സ്വലീഹീങ്ങളായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്, നീ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാഹ്. അവരുടെ ജോലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഹൈറായ ജോലി മക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. വിസിറ്റിങ്ങിന് പോയതാണ് തങ്ങളെ, 3-4 മാസമായി റൂമിലാണ്. CV ധാരാളം ഓഫീസുകളിൽ കൊടുത്തു, ഒരു വിളി
വിളിയുമില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാ. മക്കൾക്ക് ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാ. നീ പ്രദാനം ചെയ്യണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ ഞങ്ങളെ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നീ നൽകണേ അല്ലാ. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. രോഗങ്ങളെ നീ പരിപൂർണമായി ശിഫാ നീ നൽകണേ അല്ലാ. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. പ്രമേഹം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. കാൽവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അല്ലാഹുവേ നീ പരിപൂർണമായി ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കിഡ്നി സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗികള്, വയറ് സംബന്ധമായ രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ തല സംബന്ധമായ രോഗികള്, കാത് സംബന്ധമായ രോഗികള്, കൺ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ നീ പരിപൂർണ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. മൈഗ്രീന്റെ തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. നീ പരിപൂർണ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കൺകാഴ്ച മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവരുണ്ട് അല്ലാ. അല്ലാഹുവേ കേൾവി ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ ശരീരത്തിൽ അല്ലാ ഒരു രോഗവും നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ അല്ലാ. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ തമ്പുരാനെ. മരണം ഹൈറാകുന്ന സമയത്ത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. ഞങ്ങളെ ചേർക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ ധാരാളം പ്രവാസികളെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാ. ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാ. മജ്ലിസിലേക്ക് സഹായിക്കുന്നവരുണ്ട് അല്ലാ. സഹകരിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാ. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ല അല്ലാ. നീ തളർത്തല്ല അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടീനാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്കു നീ കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ ആമീൻ പറയുന്ന ഒരു ആമീൻ പറയുന്ന പ്രവാസികളുടെ ഭാര്യമാരുണ്ട് അല്ലാ. അവർക്ക് കൊടുക്കല്ല അല്ലാ. നീ കൊടുക്കല്ല തമ്പുരാനെ. തനാസുൽ മാറി കിട്ടിയിട്ടില്ല തങ്ങളെ. ഇഖാമ റെഡിയായിട്ടില്ല. ദുആസിനെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ആ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ധാരാളം ദ്വീപിലുള്ള എൻ്റെ സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എൻ്റെ ദ്വീപുകാരൻ നീ കൊയക്കല്ല അല്ലാ. നീ തളർത്തല്ല അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് ദ്വീപുകാർ. അവരെ കൊയക്കല്ല അല്ലാ. നീ തളർത്തല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ മജ്ലിസ് അല്ലാ ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാ. അവരെ നീ കൊയക്കല്ല അല്ലാ. അവർക്ക് പ്രയാസം കൊടുക്കല്ല അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് അവരെ കടങ്ങളെ നീ വീട്ടി കൊടുക്കണം അല്ലാ. അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണം അല്ലാ. അവരെ മുസീബത്തുകളെ നീ തീർത്ത് സലാമത്തവർക്ക് നീ പ്രദാനം ചെയ്യണം അല്ലാ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ.
ആക്സിഡന്റ് അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാ, നീ മാറ്റല്ല തമ്പുരാനെ. ധാരാളം സഹോദരിമാരിന്റെ സഹോദരന്മാര് കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എല്ലാ മജ്ലിസിന്റെ അടിയിലും കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ മുറാദിനെ നീ ഹസിലാക്കണേ അല്ലാ, അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ, അവരുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാ, ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറക്കണേ അല്ലാ. ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയി അല്ലാ. ഞങ്ങളെ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്നവര്, കഴിഞ്ഞ വർഷം ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുത്തവര് ഇന്ന് ഖബറിലാണ് അല്ലാ, 6 അടി മണ്ണിലാണ് തമ്പുരാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ, സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് അവരെ ഖബറിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ചമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ ദിക്റുകളും പൊന്നുമ്മാന്റെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ല സവാബ് നീ എത്തിക്കണേ അല്ലാ, എത്തിക്കണേ അല്ലാ. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉമ്മാക്ക് മാപ്പ് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ഉമ്മ ചെയ്ത ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഉപ്പാന്റെ ഖബർ കണ്ടെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാ, വിശാല നൽകണേ അല്ലാ, വിശാല നൽകണേ തമ്പുരാനെ. റഹ്മാൻ റഹീമീനായ അല്ലാ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മൗത്താകുമല്ലോ. ഞങ്ങളെ വീടിന്റെ ഉമ്മരപ്പടിയിൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തുമല്ലോ. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കില് പഞ്ഞി തിരുകപ്പെടുമല്ലോ. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ, ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ, ഞങ്ങളെ ജനാസയെ ചേർക്കണേ തമ്പുരാനെ. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും, ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ഖബറിൽ രക്ഷ നൽകണമല്ലോ, എന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണമല്ലോ, നീ നൽകണമല്ലോ. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണമല്ലോ, അമാലുകളെ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. റഹ്മാൻ റഹീമീനായ അല്ലാഹ്, ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുക്കല്യാണം 2 കണ്ണുകൊണ്ട് കാണാൻ ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്, ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരിശ് ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.